അത് ഒഴിപ്പിക്കും. ഒഴിപ്പിക്കുമ്പോ ഒരു കാര്യം വ്യക്തമാ, കുടിയേറ്റക്കാരനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒഴിപ്പില്ല. അല്ലാതെ ലംഘിത ഇല്ലാതെ ഒരു ദേവകുളത്തെ സബ് കളക്ടറും ഒരു ജില്ലാ കളക്ടറും കൂടെ കൂടി അങ്ങ് ഒഴിപ്പിച്ചാൽ അതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ യോജിപ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? അവർക്ക് വലിയ മുടക്കൊന്നുമില്ലല്ലോ. അതിന്റെ പേരിൽ ഞാൻ പിന്നെ വരാം. അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടൊന്നും യോജിപ്പില്ല. ഞങ്ങൾക്ക് ആർക്ക് വ്യക്തമായ നിലപാടുണ്ട്. 1, 2, 4 എന്നുള്ളവർ അവിടെ ഞാൻ ഇരിക്കട്ടെ എന്ന്. അത് മനസ്സിലാവുകയില്ല. ടാറ്റയുടെ കയ്യിൽ ഭൂമിയുണ്ട്. ഒരു മനോരമക്കാരനുമില്ല, മാതൃഭൂമിക്കാരനുമില്ല, ഒരു ചാനലുകാരനും ഇല്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ ആരാണ് ചാനലുകാര്? ഉണ്ടോ? ടാറ്റാ കമ്പനിയുടെ കയ്യിലുണ്ടെന്ന് 10,000 കിടക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ VS എങ്കിലും പറയുമായിരുന്നു 50,000 ഇപ്പൊ പുള്ളി പറയാനുള്ള ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല. ഇല്ലേ? എന്തിയെ മിണ്ടുന്നുണ്ടോ? മലയാള മനോരമക്കാരനോട് റിസോർട്ടുണ്ടല്ലോ, മാതൃഭൂമിക്കാരനുണ്ടല്ലോ, ഏഷ്യാനെറ്റുകാരന് ഭൂമിയുണ്ടല്ലോ. എന്തായാലും പറഞ്ഞോ? ജില്ലാ കളക്ടറും സബ് കളക്ടറും ഇതൊന്നും കണ്ടില്ലേ? എവിടെ പോയപ്പാ? ഓ, എന്നിട്ട് ഒരുമാതിരി ഒരത്തിയ പണി. ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്ത് പോകാ? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ നയിക്കുന്ന ഒരു ഗവൺമെന്റ്, കത്തോലിക്കന്റെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് കുരിശ്. ആ കുരിശ് തീർത്തത് ലോകത്തെവിടെയും വാർത്ത വന്നാൽ എങ്ങനുണ്ട്? അതാണ്. അതിന് ഏതെങ്കിലും കട്ടനന്മാർ പറഞ്ഞാലൊന്നും ഞങ്ങൾ അതിനോടൊന്നും യോജിക്കുന്നില്ല. അവരിപ്പോ പറയും ഇങ്ങനെ, കാരണം പിണറായി വിജയനാണ് ഗവൺമെന്റ്. പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ കൂടും, കൂത്ത് കൂടുമ്പം ചൂത്തിരിച്ചും മക്കളും എല്ലാം കൂടെ എന്ന് പറഞ്ഞ് ഈ കുരിശെടുത്ത് ഈ എറിയുന്ന ആ ഭാഗം എല്ലാം കൂടെ കാണിക്കൊണ്ടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളെ നേരിടാൻ പോകുന്നത്. നമ്മക്ക് ഇവരെ എല്ലാം അറിയാവുന്നതല്ലേ? അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. 10-60 വർഷമായ പ്രാർത്ഥന ഉള്ളതാ. നേരത്തെ ചെറിയ കുരിശായിരുന്നു, അത് കഴിഞ്ഞ് വലിയ മരക്കുരിശായി, അത് കഴിഞ്ഞ് 5 വർഷം മുമ്പാണ് ഇപ്പോഴത്തെ ഈ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഈ കുരിശ് വെച്ചത്. അതാണ് അത് ഇളക്കി കളഞ്ഞ ആ മാർഗം, JCB ചിടിക്കുന്ന ആ മാർഗം ലോകത്ത് മുഴുവൻ കണ്ടാൽ എങ്ങനുണ്ട്? കമ്മ്യൂണിസ്റ്റുകാര് ആ കമ്മ്യൂണിസം നമുക്ക് പിടിക്കുന്നില്ല. അപമാനമാണ്, അപമാനം. ചിലർ ഉപയോഗിക്കേണ്ട അയോധ്യയിലെ പള്ളി പൊളിച്ചതുപോലെയാണെന്നാണ് പറഞ്ഞത്. അയോധ്യയിലെ പള്ളി പൊളിച്ചതുപോലെ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ആ കുരിശവിടെ ഇരുന്നാ പോലെ ഭൂമി കഴിഞ്ഞാൽ ഭൂമി പിടിച്ചോ എന്നിട്ട് ചെയ്തു തരാൻ ന്യായം. ഞാൻ പറയാ, കുരിശ് കൊടുത്തത് ചുമ്മാരല്ല. അവിടെ ജന്മഭൂമി പത്രത്തിൽ വാർത്ത വന്നു, RSSകാർ പരാതി കൊടുത്തു, കുമ്മനം രാജശേഖരൻ പരിപാടി നടത്തി, കേന്ദ്രമന്ത്രിമാർ RSSകാരെല്ലാം അവിടെ വന്നു. അതേ തുടർന്നാണ് സബ് കളക്ടർ ഈ പണി ചെയ്തതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മനസ്സിലായില്ലേ? അവരെ പ്രീണിപ്പിക്കാൻ. അതല്ലേ IASകാർ പലരും അങ്ങനെ, IPSകാരും ഉണ്ട് ചിലരല്ല. അങ്ങനെ നടത്തി ഞങ്ങൾ സംശയിക്കുന്നു. ഞാൻ ഇതെല്ലാം ഇന്നലെ ചർച്ചയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഭൂമി കൈയേറിയല്ല. എവിടെ? മൂന്നാറില്. എരിഞ്ഞ് മൂന്നാറിലോ ആരച്ചാലിലോ ഇവിടെ ഇവിടെ ഈ കന്നടി വളവിലൊക്കെ ഭൂമി കൈകാറായിരുന്നു. ഞാനൊന്നും അതിനൊന്നും പോയില്ല. എനിക്ക് അന്നേരം ആവശ്യത്തിന് ഭൂമി ഉണ്ടായിരുന്നു, 6-7 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കിട്ടിയപ്പോ ആ പണി ഭൂവായി പോയി. ഞാൻ കയറാൻ പോയില്ലെന്ന് എന്നെ വിളിച്ചതാണ് കയറിയവരൊക്കെ. വാസനാവേ 2 ഏക്കർ തരാം, വളയാ, അല്ലെ സഖാവ് വരണ്ട, ഞങ്ങൾ വളർന്നേക്കാലോ, നമുക്ക് വേണ്ടിയൊന്നും വേണമെന്ന് പറഞ്ഞ് അന്ന് ഒഴിവായി. ആനച്ചാലിയെല്ലാം ഭൂമി അങ്ങനല്ലേ പോയത്. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ചെണ്ട തല്ലുകൊള്ളുക, മാരാൻ ചോറ് തിന്നുക, ഈ പരിപാടി നമുക്കിട്ടാ പണി. എനിക്കവിടെ പാർട്ടി ഓഫീസ് എന്റെ പേരിലുണ്ട്. എനിക്കല്ലാതെ വേറെ ഒരു ഭൂമി അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. PT തോമസ് ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് ഞാൻ പത്രം മേടിച്ചോണ്ട് ഞാൻ എഴുതി അങ്ങോട്ട് വലത്തിയേക്കാൻ കൊണ്ടുപോകൂ. പുള്ളിയുടെ കയ്യിൽ പോയിട്ട് പുള്ളി കൊട്ടാരന്റെ വന്നതല്ലേ. ആഹാ, നാട് മുഴുവൻ നമ്മുടേതാ. പൂർണ്ണ പല നടക്കാൻ വേണ്ടാത്ത
വരുവാണ്. അതാണ് ഇവിടുന്ന് പോയി എറണാകുളത്ത് പോയി അവിടുത്തെ വായുമൊക്കികളെയാണ് പറ്റിച്ച് MLA ആയത്. യോഗ്യൻ വേറൊന്നും പറയുന്നില്ല. കോൺഗ്രസ് അടിച്ച നോട്ടീസൊക്കെ ഞങ്ങളുടെ ഫയൽ ഇരിപ്പുണ്ട്. മര്യാദത്തിരിക്കുന്നതാണ് നല്ലത്. ഇല്ലേ എന്തെല്ലാം പണിയാ. എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ LDF കൂടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. അവിടെ ഈ കുരിശ് പൊളിച്ച നിലപാടുകളൊന്നും നമുക്ക് യോജിപ്പില്ല. ഇവിടെ കുരിശ്, പള്ളി, അമ്പലം, കുരിശ് പള്ളികള്, ശൂലം, ഇല്ലേ മുസ്ലിം വ്യാപാരികൾ ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയിലാവരെടുക്കും ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക് മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ജോലി പോവില്ല. അവനങ്ങ് ഇറങ്ങിയല്ലേ. എന്നാ ദൗത്യസേന ഇന്ത്യൻ സൈന്യത്തിന്റെ ഉടുപ്പായിട്ടിരിക്കുന്നത് അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്? അതെങ്ങനെ അങ്ങനെ വന്നു? ദൗത്യസേന എന്നാ ദൗത്യം 144 പ്രഖ്യാപിച്ചു. ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിഞ്ഞില്ല. സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് അറിഞ്ഞില്ലല്ലോ. ഒരു ജില്ലാ കളക്ടറും ഒരു സബ് കളക്ടറും കൂടി അങ്ങനെ പ്രഖ്യാപിക്കാൻ ആരാ അവർക്ക് അധികാരം കൊടുത്തത്? അത് പ്രശ്നമല്ലേ? സാമാന്യ മര്യാദയല്ലേ? എന്നിട്ട് ചർച്ച ചെയ്ത് ഒന്ന് അത് റവന്യൂ മന്ത്രിയും പറഞ്ഞു 5 തെറ്റോ 10 തെറ്റോ ഉള്ളവരെയൊന്നും കൈവെക്കാനും ഒഴിപ്പിക്കാനൊന്നും പോകാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് വേണം, വലിയ കൈയേറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് ഒഴിപ്പിക്കുന്നതിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതെങ്കിലും വനിതാ ഷോ എന്നും കളിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലേ വനിതാ ഷോ? ഇവിടെ ഭരണകൂടം സബ് കളക്ടർ മാത്രമല്ലല്ലോ, ഒരു ദിവ്യൻ ആണോ? അതൊന്നും നടക്കുകയില്ല. എന്നിട്ടോ ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണിയോടും കൂടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഇപ്പൊ എന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തെല്ലാം പറയുന്നേ? മനോരമ മണി കെട്ടി ഉണ്ടാക്കുന്നിട്ട് കുറച്ച് നാളായി. എനിക്കറിയാം ഇതൊന്നും പറഞ്ഞാലൊന്നും ഉണ്ടല്ലോ എനിക്കൊരു ചൂട്. ഞാൻ ഇതൊന്നും പേടിക്കുകയില്ല. ഈ ഗവൺമെന്റ് മന്ത്രിമാണ് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്. അന്നേരം കൂടെ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ഒഴിപ്പിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോണമെന്നൊന്നും തീരുമാനിച്ചില്ല. തികച്ചും മര്യാദയ്ക്കാണ് ഇവിടെ തീരുമാനം. അത് സംബന്ധിച്ചല്ല ഇനി വല്ലതും നടക്കോ? ഇവന്മാർ ഈ കനകലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളൂരി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പളെ വരുമ്പോൾ നടന്നു. അന്നും കുടിയും സകല വ്യക്തികളും തോന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു DVC ഉണ്ടായിരുന്നു അന്ന്. എന്നാ കഴിയോ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ പിന്നെ പുള്ളിക്ക് ഘോഷിക്കാൻ പറ്റും. പിന്നെ പലരും കേൾക്കുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഏതായിരുന്നാലും ഒഴിപ്പിക്കൽ അന്യായമായ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നുള്ളത് ഗവൺമെന്റ് നയവാ. അത് ഏതെങ്കിലും ഒരു ചുമ്മൻ ഈ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം കാര്യമില്ല, ഗവൺമെന്റിന്റെ പൊതുകാര്യമാ. മനസ്സിലായില്ലേ? അതിനൊക്കെ യോജിപ്പാണെന്ന് ഒന്നിച്ച് ചെയ്യാം. ഇത് വളരെ വേണ്ടാത്തോന്നു ഇവര് പോലീസും സൈന്യമില്ലാതെ ഒഴിപ്പിക്കുക. ഇവിടെയോ നാട്ടുകാരെടുത്തിട്ട് മകളെ കൂടും. അതന്നെ അന്നേരം പിന്നെ നിയമസമാധാനം എന്തിനാ? പോലീസിനോട് അറിയിക്കാതെ പോവുക ഒഴിപ്പിക്കാൻ. അവിടെ കിടന്ന് കസപിസ ദേവുളത്ത് അവസാനം കേട്ടതിന് പോലീസിൽ നിന്ന് രക്ഷിക്കുക. ഇതെല്ലാമാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പോലീസിനെ അറിയിക്കാതെ ചെയ്യുക. ഒരുപാട് ഉപജാപമല്ലേ സബ് കളക്ടർ നടത്തുന്നത്? അത് കൂട്ടം നിൽക്കുന്ന ഒരു കളക്ടർ. ഇത് ഞാൻ തുറന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടും കൂടെ കൂട്ടുകച്ചവടം വന്ന് കളിയാ. അതുകൊണ്ട് ഞാൻ LDF ഒരു വിനോദ പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം.
ഇവിടെ പട്ടയം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് 2 യോഗം കൂടി തീരുമാനിച്ചിട്ട് ആ പരിഗണന വേണ്ട പരിഗണനയില്ല. മെയ് 21 പട്ടയം മേള നടത്താൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ ചെയ്താൽ നന്നായി. അതൊക്കെ ചെയ്യണം. മുന്നണിക്കകത്ത് തർക്കമല്ലോ ഉണ്ടല്ലോ, ആകാം, ചർച്ചയാകാം. ഇനി കുരിശ് പൊളിച്ചത് ശരിയാണെന്ന് ഈ മുന്നണിയിൽ ഏതെങ്കിലും കക്ഷിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്, അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടത്. ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ അഭിപ്രായവും പറയും. അന്നേരം വിഷമത്തിന്റെ കാര്യമില്ല. മനസ്സിലായില്ലേ? അത് പിന്നീട് അനുഭവിച്ചോളും. പിന്നീട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞങ്ങൾക്കിതറിയാം എങ്ങനെയൊക്കെ വരുമെന്ന്. ഇപ്പൊ ചില ബിഷപ്പന്മാരാരോ ചിലര് പറഞ്ഞു, ഓ അവിടെ വിശ്വാസികൾ, അവർക്കറിയാൻ വല്ല കാര്യം. 10 വർഷമായിട്ട് പാവം ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആണ്ടിൽ 1-2 പ്രാവശ്യമേ പോവുള്ളൂ. അവിടുത്തെ ഭൂമിയൊന്നും ആരും ഈ വിശ്വാസികളൊന്നും എടുക്കാൻ പോയിട്ടില്ല. വ്യക്തമായി പഠിച്ചിട്ടാ ഞങ്ങൾക്ക് അതിനൊന്നും യോജിപ്പില്ല. അതുകൊണ്ട് ഇവിടെ പള്ളി പൊളിക്കാനും കുരിശ് പൊളിക്കാനും ശൂലം പൊളിക്കാനും അമ്പലം പൊളിക്കാനും മുസൽമാന്റെ ദേവാലയം പൊളിക്കാനും പോയാൽ ഇടുക്കി ജില്ലയിൽ വേറൊന്നും കാണുകയില്ല. ഇടുക്കി അല്ലല്ലോ, മറ്റുള്ളിടത്തും അങ്ങനുണ്ട്. എല്ലാം കൃത്യം പട്ടയാ എവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ യോജിച്ച് മിനിമം പരിപാടി പറയുന്ന കാര്യം ശക്തമായി നടപ്പിലാക്കണം. മിനിമം പരിപാടി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും പാർട്ടിക്ക് യോജിപ്പില്ലെങ്കിൽ അവർക്ക് വേണേ പറയാം. അവർക്ക് പറയുമ്പോൾ ഞങ്ങളും പറയും. കുഴപ്പമില്ല. മനസ്സിലായി? ഞങ്ങളെയായാലും ജനങ്ങളുടെ കൂടെയാ. സബ് കളക്ടറേയും കളക്ടറേയും കൂടെയൊന്നും ആയിരിക്കില്ല. സബ് കളക്ടറും കളക്ടറും മര്യാദയ്ക്ക് നിലപാടെടുത്താൽ അവരുടെ കൂടെയായിരിക്കും ഞങ്ങളും. അതെ, ഞങ്ങളും അവരുടെ കൂടെയായിരിക്കും. അതല്ല തോന്നിയാസം ചെയ്യാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങളൊരു കാരണവശാലും അതിനോടൊന്നും യോജിക്കത്തില്ല. മനസ്സിലായില്ലേ? ഏറെയും ഒരാഴ്ച എൽഡിഎഫിനകത്തെ ഏറെയും ഒരു കക്ഷി CPIM ഇവിടെ അങ്ങ് വിപ്ലവം നടത്തി കളയാം എന്ന ധാരണയൊന്നും ഞങ്ങൾക്കില്ലെന്ന്. ഞങ്ങൾക്കുണ്ടോ അങ്ങനെ വല്ല ധാരണയും? അതെല്ലാവർക്കും ബാധകമാണ്, മറ്റുള്ളവർക്കും ബാധകമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്നവരെല്ലാം നമ്മളെ നന്നാക്കാൻ വരിക. മൂന്നാർ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാറിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ ആരെ എത്തപ്പെടുത്തണം അത് തീരുമാനിച്ചിരിക്കും. ഈ നാട് മുഴുവൻ കൂടെ മൂന്നാർ എന്ന് പറഞ്ഞ് മനുഷ്യനെ ഇട്ട് കൊടുക്കുക, അത് വേണ്ട. അതിന് പ്രത്യേക നിയമം വേണേലാവാം, നിർമ്മാണ പ്രവർത്തനത്തിന് നിയന്ത്രണമാകാം, അതൊക്കെ ആകാം. പ്രായോഗിക ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ടാറ്റ ഭൂമി കൈയേറിയിട്ടുള്ള ആരെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? മിച്ചഭൂമി ഏറ്റെടുത്തിട്ട് 10,000 ഏക്കർ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തല്ലോ. ആരാ വിട്ടുകൊടുത്ത? ഞങ്ങളാണോ? ആണോ? CPM അല്ല, ഞങ്ങൾക്ക് വന്നുള്ള ഗവൺമെന്റും അല്ല. അല്ല, ഈ ചാനലുകാർ ആരെയും പറയുന്നുണ്ടോ ടാറ്റയുടെ ഭൂമി ഉണ്ടെന്ന്? ഉണ്ടോ? അവിടെ 4 അയ്യോ. പിന്നെ നമ്മുടെ MLA ജനിച്ചു വളർന്നവര് 8 സ്ഥലമുണ്ട്, വലിയ മഹാകാര്യം വളർന്ന. ഞാനത് പറഞ്ഞു ഇന്നലെ. 8 സ്ഥലമുണ്ട്, പട്ടയമുണ്ട്, അയാളെ നേരോളം ചെയ്യാൻ തുടങ്ങുക. ഈ ഗവൺമെന്റ് താങ്ങുന്ന MLA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം നില പൊളിക്കണമെങ്കിൽ അങ്ങനെ ആവാം, ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങളുടെ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ വിഷമിക്കുമ്പോൾ പിന്നെ മണാകുളാന്നൊന്നും പറയാൻ അറിയാതെ അത്രേ ഉള്ളൂ. ഞങ്ങൾ എതിർക്കാതിരുന്നാൽ ഞങ്ങൾ എതിർത്തതിന്റെ ചെയ്യും. മര്യാദയാണ് യോജിപ്പ്. മെയ് 21 പട്ടയമേള നമുക്ക് ഒന്നിച്ചു പോകാം. എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാം. നിങ്ങളൊരു കാര്യം കയ്യേറ്റത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്ക്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ഒഴിവാക്കാം, പൊളിക്കണേ പൊളിക്കാം, ചെയ്യാം. ഏതെങ്കിലും സബ് കളക്ടർ വൺ ഷോ കളിക്കണ്ട. RSSകാരൻ വന്നതിന് കുഴലൊതുന്ന ഒരുത്തൻ ഇവിടെ അങ്ങനെ വലിയ കളി കളിക്കണ്ട എന്നാണ്. ഞാനിത് എന്റെ പാർട്ടി എന്ന നിലയിലാണ് പറയുന്നത്, മന്ത്രി എന്ന നിലയിലൊന്നുമല്ല. ഇനി മന്ത്രി അല്ലെങ്കിൽ രക്തസാക്ഷിതരോ എന്റെ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? മന്ത്രി പ്രസംഗിക്കാമോ? ഒരു സംശയവും വേണ്ട. മന്ത്രി എന്ന നിലയിൽ പ്രസംഗിക്കുമ്പോൾ അതങ്ങനെ പറയാം. ഞാനിപ്പോ രക്തസാക്ഷിതനാകത്തേക്ക് പങ്കെടുക്കുക എന്റെ പാർട്ടിയുടെ ചിന്തയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർണ പ്രശ്നങ്ങളിൽ ഇവിടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയല്ല. കുറെ ആളുകൾ വരിക. മൂന്നാറിന് കേൾക്കുമ്പോൾ തോന്നുന്നു മൂന്നാറുകാരുടെ കയ്യിൽ അവിടുത്തെ റിസോർട്ട് കൊണ്ടുവരുന്നത്. അവിടെ 5 6 എണ്ണം കാണും. ആകെ
ബാക്കി എല്ലാ കോട്ടയംകാരനും എറണാകുളംകാരനും കോഴിക്കോട്ടുകാരനും എറണാകുളംകാരനും തിരുവനന്തപുരംകാരനുമാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നതാണ്. മൂന്നാറുകാർക്ക് ഒരു ഗുണമുണ്ടെന്നറിയോ? അവിടെ വല്ല വ്യക്തരും പണി കിട്ടും. ഈ തോട്ടത്തിൽ പോയി പണിയാൻ പോയാൽ 300 രൂപയായിരിക്കുക, ഇവിടെ പോയാൽ 600 രൂപ 700 രൂപ കാശ് കിട്ടും. അതുകൊണ്ട് തോട്ടത്തിൽ പോലും പണിക്ക് ഹാജരാകാതെ അൺലീഗലായി പോയിക്കൊണ്ടിരിക്കുക ആളുകൾ. ശരിയല്ലേ? എങ്ങനെയായാലും ആദ്യം 10,000 പേരിലും പോകുന്നു. ഇതിനു മുമ്പ് നിങ്ങളൊന്ന് ചർച്ച ചെയ്താലേ പോകും. കാരണം എന്താ? ജീവിക്കാനുള്ള പൈസ കിട്ടും. അതുകൊണ്ട് തോട്ടത്തിൽ പണിയാൻ പോയാൽ ജീവിക്കാൻ പൈസയില്ല. പിന്നെന്താ? അവിടെ വല്ലതും വെട്ടിക്കടയോ ചെറിയ ചായക്കട, വല്ല പൈസോ ഏലക്കായോ കുരുമുളകോ എന്തെങ്കിലുമൊക്കെ വിൽപ്പന, ഇങ്ങനെ കുറച്ച് ജോലി പാവങ്ങൾക്ക് കിട്ടും. പണ്ടാരൊക്കെ പറഞ്ഞില്ല, ചെണ്ട തല്ലിക്കൊള്ളുക മാറാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞറിയാം. അപ്പൊ അതുകൊണ്ട് മുഴുവൻ മൂന്നാറുകാർക്കും ഇടുക്കിക്കാർക്കും ഞങ്ങൾക്കല്ല കാശുണ്ടാക്കി ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു പേര്. മനസ്സിലായി? അതേപ്പറ്റി ആരെയും പറയുന്നുണ്ടോ നോക്കി? ചാനലുകാരൻ ഉണ്ടോ? 2 സെന്റുകാരനുണ്ടോ? ഏതാ ഞങ്ങളുടെ LC സെക്രട്ടറിയാ. അയാളുടെ പിതാവ് ഹരിയനായിരുന്നു, പറയ സമുദായക്കാരൻ. ഇയാൾ കണ്ടിട്ടായി. അയാളുടെ പേര് കിട്ടിയ മണ്ടേ എങ്ങനെ ഇവന്റെ പേരിലായി എന്നാ ചോദ്യം. മുഖ്യമന്ത്രി അത് ശരിക്കും ചോദിച്ചു, അതെന്ത് ന്യായമാണെന്ന്. എന്ത് ന്യായമാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അവിടെ തന്നെ ചോദിച്ചു. മിണ്ടിയിൽ എങ്ങനെ ഇരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്നിച്ചു പോയാൽ എല്ലാവർക്കും നല്ലതാ. ഇല്ലേ ഉണ്ടല്ലോ, അനുഭവിക്കും, അത്രയേ ഉള്ളൂ. വേറെ എന്താ? തർക്കം പറ്റുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പോവാം. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടതാ. ഏതൊരു കാര്യവും ചർച്ച ചെയ്ത് രമ്യമായി പരിഹാരം ഉണ്ടാക്കി പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഇനിയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരം ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ ദീർഘപ്രസംഗം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് സഖാവ് രക്തസാക്ഷി സഖാവ് തങ്കപ്പന്റെ രക്തസാക്ഷി ദിനാചരണം നടത്തുമ്പോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ, ഇല്ലേ, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പൂർവാധികം സക്രിയമായി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് അതിന് പ്രതിജ്ഞ എടുക്കുക. സഖാവ് തങ്കപ്പന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.